വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പർച്ചേസിങ്ങിന് പോകാൻ കേട്ടോ. കാരണം നമ്മൾ സ്റ്റാൾ ഇടുന്നുണ്ട്. എവിടെയാണെന്നല്ല, കണ്ണൂർ താഴെ ചൊവ്വ സെക്യൂറ മോളിലാണ് കേട്ടോ. ഏകദേശം 2 days സ്റ്റാളാണ്. സോ അതിന് വേണ്ടി ഓൾറെഡി ഞാൻ പർച്ചേസിങ് ചെയ്യുന്നതാണ്. എന്നാലും കുറച്ചും കൂടി സാധനം വാങ്ങാനുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഷോപ്പിൽ വന്നതാണ്. ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടി കാണിക്കാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്താണ്. സത്യം പറഞ്ഞാൽ സ്റ്റാളിനേക്ക് ആവശ്യമുള്ളതും എന്നാൽ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ബോർഡാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മളെ മെനു ഒക്കെ എഴുതിയാലൊന്നും കൂടി നല്ലതല്ലേ, മെനു എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കൊക്കോ പൗഡർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ മെല്ലോൻ്റെ മിൽക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ 2 കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇതിൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ അതിന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യുന്നത്. സോ ഇത് അത്യാവശ്യം ഒരു 21 പീസസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ബേക്കിംഗ് പേപ്പറാണ്. ബേക്കിംഗ് പേപ്പേഴ്സ് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാനില എസൻസ് തീർന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങി. പിന്നെ ഇതൊരു അലൂമിനിയം ആ ഒരു ഇതിലുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ. സോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാധാ കപ്പ് കേക്കിൻ്റെ മോൾഡും വാങ്ങിയിട്ടുണ്ട്. നല്ലുണ്ട്, ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ 2 നമ്മൾ മിനി കേക്ക് ഉണ്ടല്ലോ, ബെൻഡോ കേക്ക് ആക്കാനുള്ള ബേസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ബെൻഡോ കേക്കിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ബോക്സ് അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഇത് ഇതെനിക്ക് വാനില ചീസ് കേക്ക് ആക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതൊരു സാധനമാണ്. കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നി. അതിൻ്റെ കുറച്ച് വലിയ ടൈപ്പ് കണ്ടെയ്നറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനത്തെ ഒരു 4 എണ്ണമാണ് വാങ്ങിയത്. അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാണ്. പിന്നെ ഇങ്ങനെ ചെറിയ പീസ് ഓഫ് ഡാർക്ക് കോമ്പൗണ്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു 1 kg അങ്ങനെ എന്തോ ഒരു ബേസ് വാങ്ങിയിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് സ്പൂൺസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റാളിൻ്റെ ആവശ്യമുള്ളതാണ്. ചിലതൊക്കെ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഗ്ലാസ് മോഡൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻ നമ്മളെ സ്റ്റാളിനേക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ്. മിനി ഡ്രീം കേക്കും മിനി മിൽക്ക് കേക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അത്യാവശ്യം ഇത് 25-30 പീസസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കപ്പ് കേക്ക് വെക്കുന്ന ഒരു കണ്ടെയ്നറാന്ന് തോന്നുന്നു. കണ്ടപ്പം ക്യൂട്ടായിട്ട് തോന്നിയത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. ഓൾറെഡി ഞാൻ വാഷ് ചെയ്തതാണ്. ഒന്നും കൂടി ഞാൻ വിചാരിച്ചൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കാന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റാൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇതെങ്ങനെയാണ്, സെയിലാവോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനൊരു ഇത്താത്തേറ്റാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാൾ എടുക്കുന്നത്. സോ ഇത്താത്ത ഇങ്ങനെ ബേക്കിംഗ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ, അങ്ങനെ എടുത്തേനെ കേട്ടോ. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ ഏകദേശം കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ. ഇതൊക്കെ ഉമ്മാക്കി തന്ന കേക്കാണ്. കാരണം എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഉമ്മ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 2 ചോക്ലേറ്റ് കേക്കും 2 വാനില സ്പോഞ്ച് കേക്കുമാണ് ഉണ്ടാക്കി തന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം തന്നെ സെറ്റ് ചെയ്യാണ്. കാരണം എല്ലാം നമ്മൾ രാത്രിയിലേക്ക് വെക്കേണ്ടെന്ന് വിചാരിച്ച് പറ്റുന്ന കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർത്താൽ നമുക്ക് തന്നെയാണല്ലോ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ അത് കേക്കൊക്കെ ഒന്ന് ലെയർ ചെയ്ത് പിന്നെ ആ ഒരു കണ്ടെയ്നറിൻ്റെ കണക്കാക്കിയിട്ട് എന്തെങ്കിലും ഒരു ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരടപ്പോ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അതൊന്നും കൂടിയും ബെറ്റർ ആയിരിക്കും തോന്നി. സോ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കറക്റ്റ് കണ്ടെയ്നറിൻ്റെ ഇതിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ എൻ്റെ ഈ പർച്ചേസിങ്ങും ഈ പ്രിപ്പറേഷൻസും പിന്നെ സ്റ്റാളും ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അത് അറൗണ്ട് 20 minutes ഉണ്ട്. പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടാമത് ഞാൻ എഡിറ്റ് ആക്കാൻ കേട്ടോ. സോ ഇങ്ങനെ ഹാഫ് 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇത് 2 പാർട്ടിൽ നിൽക്കുമോ 3 പാർട്ടിൽ നിൽക്കുമോ അള്ളാഹ്ക്കറിയാം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാനില കേക്കും അതുപോലെ ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വാനില കേക്ക് നമ്മൾ മിൽക്ക് കേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാകുമ്പം ലൈക്ക് അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും ടേസ്റ്റ് നോക്കാമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ ഒരു ഐഡിയയിലേക്ക് എത്തിയത്. ഡ്രീം കേക്ക് നമ്മൾ ഓൾറെഡി മിനി സെല്ല് ചെയ്യുന്നതാണല്ലോ. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലോ സൗണ്ടോ കാര്യങ്ങളോ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വിടുക. കാരണം ഞാൻ പുറത്ത് നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. സോ അങ്ങനെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ഒരു ഇതുണ്ട് കേട്ടോ. കാരണം ഞാൻ പണിയെടുക്കുന്ന ടൈം ആരും എൻ്റെ അടുത്ത് ഉണ്ടാവരുത്. എനിക്ക് ഇതുപോലെയാണ്. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് അതൊന്ന് എൻജോയ് ചെയ്ത് ചെയ്യണം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ് കേട്ടോ. ബട്ട് എന്തെങ്കിലും ഹെൽപ്പ് വന്നാൽ ഞാൻ വിളിക്കും കേട്ടോ. ഉമ്മയോ ഇനിയത്തൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും മാഷാഅല്ലാ. അതുകൊണ്ട് ഞാനിങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നു. പിന്നെ അങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. ഹോൾ വിപ്പിംഗ് ക്രീം, അതായത് എല്ലാം ആവശ്യമുള്ളത് ഒറ്റയടിക്ക് ഞാൻ ബീറ്റ് ചെയ്ത് വെക്കണം. ആകുമ്പോൾ നമ്മൾ രണ്ടാമത് വെറുതെ ഇനിയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോർണിംഗ് ഇങ്ങനെ തുടങ്ങി. മോർണിംഗിൽ ഒരു 11 മണി 12 മണി ആ ഒരു ടൈമിൽ തുടങ്ങിയ വർക്കാണ്. സോ ഷുഗർ സിറപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ ഡ്രീം കേക്കിന്. അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് കേക്കിൽ മെയിൻ സംഭവം ഈ മിൽക്ക് മിക്സ്ചർ ആണല്ലോ. സോ അതൊക്കെ നല്ലോണം സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം സോക്ക് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ ഈ മിൽക്ക് കേക്കിൻ്റെയോ
അങ്ങനെ എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇൻഷാല്ലാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ആയിട്ടൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജൊക്കെ അന്ന് ഫുള്ളായിരുന്നു, സ്ഥലമൊന്നുമില്ല വെക്കാൻ വേണ്ടിയിട്ട്, ഫുള്ളിൻ്റെ സാധനമായിരുന്നു. പിന്നെ വെച്ചല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ്സൊക്കെ ഓൾറെഡി ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50-55 പീസസ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട് കേട്ടോ. 2 സൈസസിലാണല്ലോ അവൈലബിൾ. സോ അതൊക്കെ ആദ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ജസ്റ്റ് പാക്ക് ചെയ്യാനുണ്ടായിട്ടില്ല കേട്ടോ. എനിക്കറിയാം ഇതെല്ലാം കൂടി ഒരു ദിവസം നടക്കൂലെന്ന്. സോ ഞാൻ 2 ദിവസം മുമ്പേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ചോക്ലേറ്റ്സ് പിന്നെ ഒന്നും ആവില്ലല്ലോ, കുറച്ച് ദിവസം മുമ്പ് ആക്കി വെച്ചാൽ, അതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ ചീസ് കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു. എനിക്ക് എന്തോ ഒരു ഇഷ്ടമായിട്ടോ ഈ ഒരു ചെറിയൊരു കണ്ടെയ്നർ ക്യൂട്ടായിട്ട് കണ്ടേരം വാങ്ങിയതാണ്. പിന്നെ എനിക്ക് ഒരു ഐഡിയ മനസ്സിൽ ഉദിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ചീസ് കേക്ക് തയ്യാറായിക്കൂടാ. ഇതാകുമ്പം കുറച്ച് അഫോർഡബിളും ആയിരിക്കും, പിന്നെ കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട്, ടേസ്റ്റും അടിപൊളിയായിരിക്കും. സോ അങ്ങനെ ഒരു പെട്ടെന്ന് മനസ്സിൽ ഉദിച്ചൊരു ബുദ്ധിയായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 പീസസാണ് ഞാൻ ഈ ഒരു ടിന്നിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ വലുതുണ്ടല്ലോ, ആ വലുതിന് ഞാൻ വിചാരിച്ചു ഓറിയോ ചീസ് കേക്ക് ആക്കാമെന്ന്. അപ്പോൾ ഞാൻ 2 ഓറിയോ ചീസ് കേക്ക് ആക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഓവറാക്കിയിട്ട് സെല്ലായി പോയിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് 2 ആക്കിയിട്ടുള്ളൂ. അങ്ങനെ ക്രീമും കാര്യങ്ങളൊക്കെ ചെറുതിലിങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഓരോ ഇതിനുള്ള മിക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യലാണ്. ഇൻഷാല്ലാ പാർട്ട് 2 കമ്മിങ് ആണ്. സോ എല്ലാവരും ഒക്കെ ആണ് കേട്ടോ. അതിലാണ് നമ്മൾ സ്റ്റാളിൽ പോയത്, സ്റ്റാളിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ആ ഒരു കറക്റ്റ് ടൈമാണ് മാഷാല്ലാ നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. സോ ബാക്കിയുള്ള കേക്കും പിന്നെ അതുപോലെ ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടി മിനി കേക്ക് ആക്കിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫുള്ള് ഏകദേശം കൊളായിട്ടുണ്ട്, കാരണം ഞാൻ തിരക്കിൻ്റെ അടുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു സന്തോഷമല്ലേ, എൻ്റെ ഒരു സന്തോഷമല്ലേ, സോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തേന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ ക്രം കോട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്ക് തീരെ ടൈമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് ആയിട്ട് ഞാൻ സെറ്റാവാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വേഗം കേക്കിൻ്റെ ക്രംസും കാര്യങ്ങളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം ആകുമ്പോൾ ഡിസൈന് കുറേ ടൈം വേണ്ടല്ലോ, കാരണം തീരെ എനിക്ക് ടൈമില്ലായിരുന്നു. രാത്രി ഇതേ എനിക്ക് തോന്നുന്നു 9:30-10 മണി ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞാൻ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം രാവിലെ എണീക്കേണ്ടതാണ്. പിന്നെ ഈ രാവിലത്തെയും സ്റ്റാളിൽ പോകുന്നതും 2 ദിവസത്തെ സ്റ്റാളിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.